എവിടെയും ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ മുഖത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, പൊട്ട്. ഇന്ന് നേഹ ഒരു കുർത്തി ടൈപ്പ് സംഭവമായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവള് പൊട്ട് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ, എനിക്ക് ആ പൊട്ട് കണ്ടപ്പോൾ ഇന്നലെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പൊട്ട് മേടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ആ പൊട്ട് കണ്ടപ്പോൾ ഞാൻ നോർമലി അങ്ങനെ പൊട്ട് ഇടാറില്ല, അതായത് ഇത്രയും വലിപ്പം കാണാൻ പാകത്തിൽ ഞാൻ പൊട്ടിടാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനും ഇടാറുണ്ട്. ഇപ്പോൾ ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ കൂടി കളയും, പക്ഷെ പൊട്ട് കണ്ടപ്പോൾ എനിക്ക് ഇടണം തോന്നി. അപ്പോൾ വേണം നമുക്ക് ഓഫീസിലാണ് രാവിലെ തട്ടിപ്പിടിച്ച് ഓടി വണ്ടി കയറി വന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ എത്തിയില്ല. അപ്പോൾ ആണ് സമാധാനം, സമാധാനം നമ്മുടെ നേരത്തെ എത്തിയല്ലോ സമാധാനം. ചായ കുടിച്ചില്ല, ഞാൻ പറഞ്ഞില്ലേ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇറങ്ങത്തില്ല. പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഞാൻ 10 ആൾക്കാരെ സൗണ്ടിലേക്ക് സംസാരിക്കില്ല, എനിക്ക് മര്യാദയ്ക്ക് സൗണ്ടൊന്നും കിട്ടില്ല. അല്ല ലേഡി സൂപ്പർ സ്റ്റാർ വന്നിരിക്കും. ഇതാണ് മെയിൻ പരിപാടി. ഇനി ബാക്കി പരിപാടികൾ ഞാൻ പയ്യെ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ പൊട്ടൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ വീഡിയോ എടുത്താൽ നോക്കും. ഞാൻ പ്ലാൻ ചെയ്തേക്കുന്ന ഉച്ചയൂണ് കഴിക്കുന്ന ഒരു സ്ഥലത്ത് പോകണം എന്നാണ്. ഊണും നല്ല അയില പൊരിച്ചതും, അതാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. മേഡം എന്താ വിചാരിച്ചതെന്ന് അറിയില്ല. സോ നമ്മൾ പോയിട്ട് എന്താ കാണിച്ചു തരാം. അവൾക്കൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കിയേനി. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ ഏറ്റവും എൻഡിലുള്ള ഷോപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള കാര്യമാണ്. ഭയങ്കര വെയിലാണ്. ഈ വെയിലുള്ള ദിവസങ്ങളിലാണ് ഇങ്ങനത്തെ ഓരോ പൂതി ഉണ്ടാവുക. എന്തായാലും കൊള്ളാം. അതന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ഫോർ ഫുഡ്. പറഞ്ഞു ഹാഫ് ബിരിയാണി എന്നാണ് പറഞ്ഞത് അല്ലേ? ബിരിയാണി പറഞ്ഞു. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തി. നമ്മൾ 2 ഹാഫ് ബിരിയാണിയാണ് പറയുന്നത്. ഞാൻ 9 പീസ് പറഞ്ഞിട്ടുണ്ട്, ഇവൾക്ക് 9 പീസ് വേണമെന്ന് പറഞ്ഞു. ഞാനതിന് എടുക്കും. ഇല്ല, സമ്മതിക്കില്ല, തരില്ല. ഏത് സമയം ഇവൾ പറയത്തില്ല, തരി ഇവിടെ നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മളിന്ന് കൊടുക്കുന്നില്ല. നല്ല ചൂടുണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബിരിയാണി കഴിക്കാൻ മൂത്തിരിക്കാം. ഈ ഒരു തിരിഞ്ഞു നോക്കൽ ഒരു 5 തവണയെങ്കിലും തിരിഞ്ഞു നോക്കി ഉണ്ടാവും കേട്ടോ. പുറത്ത് ഭയങ്കര ചൂടാണ്, ഭയങ്കര വെയിലും ഉണ്ട്. അപ്പം ആ കടേൻ്റെ അകത്താണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇനി അങ്ങനെ ഞങ്ങൾ അവസാനം ഓർഡർ ചെയ്ത് സാധനം എത്തിയിട്ടുണ്ട്. ഇനി അപ്പം ഇവിടുത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ സറൗണ്ടിങ്സിലുള്ള ബിരിയാണി ഷോപ്പിൽ നിന്നൊക്കെ ബിരിയാണി കഴിച്ചു നോക്കിയപ്പം ഇവിടുത്തെ ബിരിയാണി ബെറ്ററാണ്, അടിപൊളിയാണ്. അവിടുത്തെ റൈസൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി നമ്മളെ കോഴിക്കോടത്തെ അല്ലെങ്കിൽ മലപ്പുറത്തേക്കൊക്കെ ബിരിയാണീൻ്റെ ഒരു ചോയ ഉണ്ടാവുമല്ലോ. ഓ എൻ്റെ ദൈവമേ, അതാണ് നമ്മളൊരു ഫുഡിൻ്റെ പീക്ക് ലെവൽ. അത്രയ്ക്കും അടിപൊളിയാണ്. ആ അടിപൊളി ചോയൊന്നും ഈ കൊച്ചിയിൽ ഞാൻ വന്ന് കഴിച്ച ഒരു ഷോപ്പൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഇത് കൊള്ളാം. അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നയോ നമ്മളെ നാട്ടിലെ ബിരിയാണിൻ്റെ ഒക്കെ ഒരു ചോയ എന്നൊക്കെ പറയുമ്പം എന്ത് രസമാണ്, അത് മിസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞേ. അപ്പം ഉച്ചയ്ക്കും ബിരിയാണി ഇനി ഞാൻ കഴിച്ചിരുന്നത്. അത് പോരാത്തതിന് രാത്രിയും ഞാൻ ബിരിയാണി ഇനി കഴിച്ചിരുന്നത്. ഒരു ബിരിയാണി ഡേ ആയിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രം.